ആ ദൈവദാസൻ ഇന്നില്ല, അവരൊക്കെ മരിച്ചുപോയി. ആ ദൈവദാസന്റെ അവസ്ഥ പിന്നീട് മാറി. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് അദ്ദേഹം എഴുതിയത്. അത് നീ പാടുകയല്ല, നീ നിന്റെ പാട്ട് പുറത്തു വരണം. ഹല്ലേലൂയ. നിനക്ക് നിന്റെ പാട്ട് പുറത്തു വരണം. കാരണം അദ്ദേഹത്തിന് ചെയ്ത അത്ഭുതം പോലെ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഇനി 15-ാം പുറപ്പാട് 15 എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിനെ മനസ്സിലാകും. കാരണം ഞങ്ങൾ സിയോനിലിരിക്കുമ്പോൾ ഞങ്ങൾ പാട്ട് പാടുമായിരുന്നു, ശരി, പക്ഷെ ഞങ്ങളുടെ സാഹചര്യം മോശമാണ്. പക്ഷേ സാഹചര്യം മോശമാണെങ്കിൽ നീ താഴ്വരയിലാണെങ്കിലും ചിലവർക്കൊരു ചിന്തയുണ്ട്, മലമുകളിലാണ് ദൈവം ഇരിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ സംഗീതക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ കൺകളെ പർവ്വതത്തിലേക്ക് നോക്കി, എൻ്റെ ചിന്ത ഈ പർവ്വതങ്ങളിൽ നിന്നാണ് ദൈവത്തിൻ്റെ സഹായം വരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് എൻ്റെ സഹായം വരുന്നത് പർവ്വതങ്ങളിൽ നിന്നല്ല, എൻ്റെ സഹായം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു മർമ്മമുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ പർവ്വതത്തിലിരിക്കുമ്പോൾ മാത്രമല്ല ദൈവം നിന്നെ പരിപാലിക്കുന്നത്, നീ താഴ്വരയിലിരിക്കുമ്പോഴും ദൈവം നിന്നെ പരിപാലിക്കും. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പാടിയ കണ്ണു നീ താഴ്വരയിൽ, കണ്ണു നീ മലമുകളിൽ നിന്നല്ലോ, കണ്ണു നീ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോ, കണ്ണു നീ കവനിൽ കാര്യം നടത്തി തരും. ആ സ്റ്റാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്മനം പതറാതെ നിന്മനമിളകാതെ നിന്നോടു ഞാനുണ്ടേ അന്ത്യം വരെ, നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ ഞാനുണ്ടേ അന്ത്യം വരെ. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന താഴ്വരയിൽ ദൈവം എന്നെ സഹായിച്ചു. അപ്പൊ പർവ്വതത്തിലാണ് ദൈവം വരുന്നെങ്കിൽ താഴ്വരയിലുള്ളവർ എന്ത് ചെയ്യും? എല്ലാവർക്കും പർവ്വതത്തിൽ കയറാൻ പറ്റൂ. അതുകൊണ്ട് സംഗീതക്കാരൻ മനസ്സിലാക്കി, പക്ഷെ നമ്മുടെ ദൈവത്തിന് പ്രത്യേകതയുണ്ട്, നീ താഴ്വരയിലാണെങ്കിലും നിന്റെ കൂടെ ഉണ്ടാകും. ഒരർത്ഥത്തിൽ മലമുകളിലല്ല ദൈവം ഉണ്ടാക്കേണ്ടത്, താഴ്വരയിലാണ്. കാരണം ദൈവം താഴ്വരയിലായത് കൊണ്ടാണ് നീ മലമുകളിലേക്ക് കയറുന്നത്. അങ്ങനെയാണെങ്കിൽ യോസേഫിന്റെ ചരിത്രം പറയുന്നത്, യോസേഫ് പൊട്ടക്കിണറിലായപ്പോൾ ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണ്. അപ്പൊ കിണറ് മുകളിലല്ലോ, താഴെയല്ലേ. പൊട്ടക്കിണറിലിരുന്നപ്പോൾ ദൈവം താഴെ ഉണ്ടായിരുന്നു. അപ്പോ പുറപ്പാട് 15 മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും. ഒന്ന് പറഞ്ഞേ, ഞാൻ യഹോവയ്ക്ക്, ഉറക്കെ പറഞ്ഞേ, കുർബാനിയല്ല, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും. അവൻ മഹോന്നതൻ, കാരണം കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കാൻ വന്നവനെയും എന്നെ ഉപദ്രവിക്കാൻ വന്നവനെയും എൻ്റെ ദൈവം നശിപ്പിച്ചപ്പോൾ ഞാൻ ദൈവത്തിനൊരു പാട്ടുപാടി. അല്ലാതെ വെറുതെ സ്തോത്രം സ്തോത്രം എന്ന് പറയല്ല, ഞാൻ അവിടെ ഒരു പാട്ടുപാടി. ആ പാട്ട് എന്തായിരുന്നു എന്നുള്ള അടുത്ത സ്റ്റാൻസ് ഉണ്ടാകും. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എന്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന് അവന്റെ നാമം. ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവന്റെ രതിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴി അവരെ മൂടി, അവർ കല്ലുപോലെ ആഴത്തിൽ താണു. യഹോവേ, നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ, നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. ഇതങ്ങ് വായിക്കണം. ഇതൊരു പാട്ടാണ്, അല്ല സംഗീതത്തിൽ മാത്രമല്ല പാട്ടിരിക്കുന്നത്, ഇതൊരു പാട്ടാണ്. ഇപ്പൊ മോശ ഇസ്രായേൽ ജനവും അക്കരെ കയറിയപ്പോൾ ആദ്യം നൃത്തത്തോടെ ദൈവത്തെ സ്തുതിച്ചു. അതിൽ മിരിയത്തിന്റെ കയ്യിൽ ഒരു തപ്പുണ്ടായിരുന്നു. മിരിയം തപ്പെടുത്ത് ആരാധിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. മിരിയം തപ്പ്, ഇവര് കൊച്ചുകൾ ഇത്ര കാലം നോക്കിയിട്ട് അത് കണ്ടിട്ടില്ല. മിരിയം തപ്പെടുത്ത് ദൈവത്തെ സ്തുതിച്ചെന്ന. ഓക്കെ, ഇനി മറിയത്തെ കൊണ്ടുവരും, വേണ്ട, മിരിയം വേറെ. ഓക്കെ, അപ്പോ മിരിയം തപ്പെടുത്ത് ആരാധിച്ചു. ഒന്ന് പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ?
മിരിയം തപ്പെടുത്ത് ആരാധിച്ചു. എപ്പോഴാ? ഒരു വിടുതൽ കഴിഞ്ഞപ്പോ. പക്ഷെ പൗലോസും ശീലാസും വിടുതൽ കിട്ടിയപ്പോഴല്ല ആരാധിച്ചത്, വിടുതൽ കിട്ടുന്നതിന് മുമ്പേ ആരാധിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ചിലർ ചിന്തിച്ചിരിക്കുന്നത് ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ വിടുതൽ. അത് പൗലോസിന്റെ കാര്യമല്ലേ? ആരാധിക്കുമ്പോഴല്ല വിടുതൽ, വിശ്വസിക്കുമ്പോഴാണ് വിടുതൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ആരാധിച്ചോ ദൈവം വിടുവിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാധിക്കും, കൈ അടിച്ചാരാധിക്കും, കൈ തെറിപ്പിച്ച് ആരാധിക്കും. കാരണം വിടുതൽ കിട്ടുന്ന എല്ലാവർക്കും താല്പര്യമാണല്ലോ. അങ്ങനെ വിടുതൽ വേണ്ട. കൈ അടിക്കുമ്പോഴും നൃത്തം ചെയ്യുമ്പോഴല്ല വിടുതൽ, ദൈവത്തെ വിശ്വസിക്കുമ്പോഴാണ് വിടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ വാതിൽ തുറന്നു എന്ന് പറഞ്ഞാൽ ആരാധിച്ചപ്പോഴല്ല, അവർ വിശ്വസിച്ചപ്പോഴാണ്. എങ്ങനെ അറിയാം വിശ്വസിച്ചപ്പോഴാണ്? കാരണം ഒരു സാഹചര്യം, ജയിലിൽ അടയ്ക്കുന്ന സമയത്ത് സങ്കടപ്പെടാതെ പിറുപിറുക്കാതെ, എൻ്റെ അവസ്ഥ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്ന ഒരുപാട് പേരെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അങ്ങനെ കംപ്ലൈൻറ്റ് പറയാനാണെങ്കിൽ ആദ്യം പറയേണ്ട കംപ്ലൈൻറ്റ് പൗലോസാ. ദൈവത്തിന് വേണ്ടി ഇതുപോലെ എരിവോടെ നിന്നിട്ട് ഞാനൊരു പെണ്ണിന്റെ പിശാചിനെ പുറത്താക്കി എന്നൊരൊറ്റ കാരണം കൊണ്ട് എന്നെ പുരുഷന്റെ അകത്തിടുമ്പോൾ നീ ദൈവമാണോ എന്ന് ചോദിക്കുന്ന പരാതി പൗലോസിനില്ല. പൗലോസിന് ഒറ്റ കാര്യം അറിയാം, ഓരോ ടെസ്റ്റും പ്രൊമോഷന്റെ മുന്നോടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്താണ് പ്രസംഗിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനം എത്താറായപ്പോൾ, അല്ലെങ്കിൽ ഏകദേശം 30 വയസ്സാകുന്ന സമയത്ത് അദ്ദേഹത്തിന് സിഗ്ലാഗിൽ വെച്ചിട്ടാണ് ഏറ്റവും വലിയ, തൻ്റെ ഭാര്യമാരി കൊച്ചുങ്ങളെയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥലം സിഗ്ലാഗാണ്. ഇതുപോലൊരു കരയാൻ ബലമില്ലാതെ കരഞ്ഞ, ഏറ്റവും കഷ്ടത്തിലായ ഒരു സാഹചര്യം ഒരിക്കലും ഈ സങ്കീർത്തനം തിറുകി എഴുതിയ, ദൈവമായിട്ട് ഹൃദയം പിടിച്ച ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അബ്ദുല്ല കോഹിയൊന്നുമല്ല. പക്ഷെ ഈ സിഗ്ലാഗിന്റെ വിഷയം വന്നപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത് ഈ സിഗ്ലാഗാണ്. അത് 1 ശമൂവേൽ 30 എടുത്ത് വായിക്കണ്ട. ഇനി ഒരു അധ്യായം കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ശമൂവേൽ കഴിഞ്ഞു, പിന്നെ 2 ശമൂവേലാണ്. എന്ന് പറഞ്ഞാൽ 2 ശമൂവേൽ. ഈ 2 ശമൂവേൽ എത്തിയപ്പോൾ തന്നെ ആദ്യത്തെ അധ്യായം കഴിഞ്ഞു. 2-ാമത്തെ അധ്യായം എത്തിയപ്പോൾ ദാവീദിനെ, സാധാരണക്കാരൻ ദാവീദിനെ, അഭിഷിക്തൻ ദാവീദിനെ രാജാവാക്കുന്ന ശുശ്രൂഷ കാണും. അപ്പൊ 1 ശമൂവേലിൽ ഈ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ദാവീദ് രാജാവല്ല, അനോയിന്റഡ് ആണ്. പക്ഷെ 2 ശമൂവേൽ അപ്പോയിന്റഡ് ആണ്. ഇന്ന് നിന്റെ മേൽ കിടക്കുന്ന അനോയിന്റിങ് നാളത്തെ അപ്പോയിന്റ്മെന്റിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. See, I am anointed as well as I am appointed. എനിക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായി. അതുകൊണ്ടല്ലേ ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ അപ്പോയിന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു ബിഷപ്പാക്കി, അത് അപ്പോയിൻമെന്റ്, ഒരു ഓഫീസിലേക്ക് എന്നെ നിർത്തി. ഓക്കെ, അപ്പോൾ അനോയിന്റിങ് ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു അപ്പോയിൻമെന്റ് വന്നത്. ഞങ്ങൾ എങ്ങനെ പാടും? എന്തേ? യെരുശലേമിൽ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് പാടാമായിരുന്നു. അന്ന് സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണ്. ഇന്ന് ഞങ്ങൾ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. ഞങ്ങൾ ജയിലിലാണ്, ഞങ്ങൾ പ്രവാസത്തിലാണ്. പക്ഷെ നീ പ്രവാസത്തിലാണോ അല്ലെന്നുള്ളതല്ല വിഷയം, നീ ആരാണെന്നുള്ള ആ വിഷയം. യെരുശലേമിൽ നീ ദൈവപൈതലാണെങ്കിൽ ബാബിലോണിലും നീ ദൈവപൈതലാണ്. യെരുശലേമിൽ നിന്റെ അകത്തുള്ള ദൈവത്തിന്റെ ശക്തിയാണെങ്കിൽ ബാബിലോണിലും നിന്റെ അകത്തുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. യെരുശലേമിൽ നീ ഓവർകമ്മർ ആണെങ്കിൽ ബാബിലോണിലും നീ ഓവർകമ്മറാണ്. ആമേൻ. യെരുശലേമിൽ നീ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലുമാണെങ്കിൽ ബാബിലോണിലും നിന്റെ അകത്തുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ തന്നെയാണ്. നീ ആരാണെന്നുള്ളതാണ് വിഷയം, നിന്റെ സാഹചര്യം എന്താണെന്നുള്ളതല്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, ഇവിടെ നിന്റെ സാഹചര്യമല്ല വിഷയം, നീ ആരാണെന്നുള്ളതാണ്. ഹല്ലേലൂയ.
ഇവിടെ പൗലോസ് തെളിയിച്ചത്. എടാ, ആ വെളിച്ചപ്പാടത്തിയുടെ പിശാചിനെ പുറത്താക്കാൻ എൻ്റെ അകത്തൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ഈ അഭിഷേകം ജയിലിൽ മാർക്കെടുത്ത് കളയാൻ കഴിയത്തില്ല. അവളുടെ പിശാചിനെ പുറത്താക്കിയ ആ പിശാചിനെ പുറത്താക്കിയ ആ അഭിഷേകം ജയിലിൽ കിടക്കുമ്പോഴും എൻ്റെ അകത്ത് ഒരു തുള്ളി കുറഞ്ഞിട്ടില്ല. കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരെയും ജയിലിടുന്നത് പോലെ അല്ല അഭിഷിക്തന്മാരെ ജയിലിടുന്നത്. അഭിഷേകം മുഖത്തെ മാത്രമല്ല, അഭിഷേകം ജയിലിനെ തകർക്കും, അഭിഷേകം കാരാഗ്രഹങ്ങളെ തകർക്കും. അതുകൊണ്ടാണ് നീ വില മുടക്കി ഇത് പ്രാപിക്കണമെന്ന് പറഞ്ഞത്. യെസ്, പ്രത്യേകിച്ച് 2026 ദൈവം തന്റെ ജനത്തിന് ശക്തി കൊടുക്കുന്ന വർഷമാണെങ്കിൽ ഈ ശക്തി എത്രമാത്രം നിനക്ക് പ്രാപിക്കാൻ കഴിയുമോ അത്രയും നിന്റെ പ്രശ്നത്തിൽ നിന്ന് നീ അതിജീവിക്കും. യെസ്, നിന്റെ പ്രശ്നത്തിൽ നിന്ന് അതിജീവിക്കണമെങ്കിൽ അത്രമാത്രം ശക്തി നിനക്കുണ്ടാകണം. യെസ്, 2025 ശത്രു നിന്നെ കീഴ്പ്പെടുത്തി കൊണ്ടുവരുമ്പോൾ ദൈവം ഇത് കണ്ടുകൊണ്ട് നിന്നിട്ട് 2024 പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തിന് ശക്തി കൊടുക്കും. എൻ്റെ ജനത്തിന് ശക്തി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ വർഷം പിശാചിനെ കീഴ്പ്പെടുത്തുന്ന തോത് അത് കുറഞ്ഞിരിക്കും. ഹല്ലേലൂയ. കാരണം നിന്റെ പവർ കൂടുതലാണ്. ഹല്ലേലൂയ. നിന്റെ വോൾട്ടേജ് കൂടുതലാണ്. ആമേൻ. നിന്റെ ഡിഗ്രി കൂടിയിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ. യഹോവ തന്റെ ജനത്തിന് ശക്തി കൊടുക്കുന്നു. ശക്തി കുറയ്ക്കുക എന്നുള്ളത് ശത്രുവിന്റെ സ്ട്രാറ്റജി ആണെങ്കിൽ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ സ്ട്രാറ്റജിയാണ്. ശക്തി കുറഞ്ഞതുകൊണ്ട് കരയുവാൻ ബലമില്ലാതെ കരഞ്ഞ ദാവീദ് ദൈവം ശക്തി കൊടുത്തപ്പോൾ ശത്രുവിനെ പിന്തുടർന്നു. അതുകൊണ്ട് ശത്രു നിന്റെ ശക്തിയെ ചോർത്തിയ 2025 ബൈ ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ. 2026 നിന്റെ ശക്തി കുറയുന്ന വർഷമല്ല, ദൈവം തന്നെ ജനത്തിന് ശക്തി കൊടുക്കുന്ന വർഷമാണ്. യെസ്, അങ്ങനെ പറഞ്ഞാൽ ദൈവം തന്നെ ജനത്തിന് ശക്തി കൊടുത്താൽ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. ദൂത ലൂക്കോസിന്റെ സുവിശേഷം 4:14. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നപ്പോൾ അവന്റെ ന്യൂസ്, അവൻ ഫേമസ് ആയി പോയി. കാരണം നാട്ടിലൊക്കെ ഈ പാട്ട്, ഒരു ശക്തിയുള്ളവൻ എന്റെ മുന്നിലൂടെ പോയി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് ദൂത് ഒളിഞ്ഞിരിപ്പുണ്ട്, ഇതിന്റെ അകത്തൊരു സീക്രട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ശക്തി നിന്റെ പേരിനെ പ്രസിദ്ധമാക്കും. ഈ ശക്തി നിന്റെ പേരിനെ പ്രസിദ്ധമാക്കും. യെസ്, എപ്പോഴാ ശക്തി കൂടിയത് യേശുവിന്റെ? ഈ ലൂക്കോസ് 4:14 പറയുന്നത് 13-ാം വാക്യം വായിച്ചാൽ അറിയാമല്ലോ എവിടെന്നാ ഈ ശക്തി കൂടിയതെന്ന്. ഒരു മീറ്റിങ്ങിന് പോയപ്പോഴല്ല. അങ്ങനെ പറഞ്ഞാൽ ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ ആ പ്രൊമോഷൻ. മരുഭൂമിയിൽ 40 ദിവസം പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം യേശു കർത്താവ് തിരിച്ചു വന്നപ്പോൾ പിശാച് പരീക്ഷ തികച്ചു. അവിടെ എത്ര എഴുതിയിട്ടുള്ളൂ? പിശാച് സകല പരീക്ഷയും തികച്ചു. പക്ഷെ യേശു കർത്താവ് ശക്തിയോടെ മടങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഇനി ആയുസിൽ പിശാച് ഒരു പരീക്ഷയ്ക്ക് വരത്തില്ല. കാരണം ഓരോ പരീക്ഷ വരുമ്പോൾ നിന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവര് തന്നെ പണി കിട്ടുന്നത് ഇങ്ങനെയാണ്. ഓരോ ടെസ്റ്റും കഴിയുമ്പോൾ എൻ്റെ ദൈവം എന്നെ കൈവിട്ടൊന്നല്ല, ആമേൻ, ശക്തി കൂടാൻ പോകുകയാണ്. ഹല്ലേലൂയ. എടീ, എൻ്റെ ശക്തി കൂടാൻ പോകാൻ തോന്നുന്നു, കാരണം ഞാനൊരു ടെസ്റ്റിലൂടെ കടന്നു പോവുകയാണ്. എടീ, എനിക്ക് കൂടുതൽ ശക്തി വരാൻ പോകുകയാണ് ഈ വർഷം. കാരണം എന്താ? കാരണം എൻ്റെ പ്രശ്നം അതുപോലെ കൂടിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും പ്രശ്നം കൂടുമ്പോൾ ആമേൻ, നീ ഒരു പുതിയ പാട്ട് പാടും. കാരണം നിനക്ക് നിങ്ങൾ എങ്ങനെ സിയോനിൽ പാടിയതുപോലെ പാട്ട് ബാബിലോണിൽ പാടും. എന്തുകൊണ്ട് പാടിക്കൂടാ? നീ എന്തിനാണ് അരളി വിഷത്തിൽ നിന്റെ കിന്നരം തൂക്കിയിട്ടത്? നീ അത് തിരിച്ചെടുക്ക്. ഹല്ലേലൂയ. കാരണം നിന്റെ പാട്ട് ഒരു സിറ്റിയോടല്ല കണക്ട് ചെയ്യേണ്ടത്, ദൈവത്തോടാ കണക്ട് ചെയ്യേണ്ടത്. യെസ്, പിശാച് എൻ്റെ മുന്നിൽ പലതും കൊടുത്തിടും. കാരണം എൻ്റെ കോൺസെൻട്രേഷൻ 8 കാര്യത്തിൽ തിരിക്കും. അതുകൊണ്ട് ഞാൻ വളരെ ബുദ്ധിയുള്ളവനായി, പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കനുമായി മാറി നിൽക്ക്. നീയൊന്നുമല്ല എൻ്റെ ശത്രു. എൻ്റെ ശത്രു അമ്മായിയപ്പനല്ല, അമ്മായിയമ്മയല്ല, നാത്തോനല്ല, തൊട്ട വീട്ടുകാരല്ല.
ഇതൊക്കെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശത്രു കൊണ്ടുവരുന്ന. ഇവരോടൊന്നും ഫൈറ്റ് ചെയ്തിട്ടൊന്നും എൻ്റെ സമാധാനം ഞാൻ കളയത്തില്ല. അവിടെയൊക്കെ ഞാൻ സംയമനം പാലിച്ച് ക്ഷമിച്ച് ഞാൻ എൻ്റെ ലക്ഷ്യം ശത്രുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു മിലിറ്ററി ചർച്ച്. വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഏലിയാവ് അനിയൻ ദാവീദിന്റെ മുന്നിൽ കടന്നു വന്നിട്ട്, നിനക്കിവിടെ എന്താ കാര്യം? നീ അല്ലെങ്കിൽ അഹങ്കാരിയല്ലേ? ആടുകളെ ഇവിടെ വെച്ചിരിക്കും. എല്ലാവരും മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിച്ചിട്ട് ചെറുക്കനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ദാവീദ് പറഞ്ഞു, ചേട്ടാ ഞാനിപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ അകത്ത് എൻ്റെ ഇമോഷനെല്ലാം കയറി വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്, എല്ലാം കൺട്രോൾ ചെയ്തു. പക്ഷെ എൻ്റെ ശത്രു ചേട്ടനല്ല, ഗോലിയാത്ത ചേട്ടാമാറ്. ചേട്ടൻ എന്തിനു ജയിക്കണം? കണ്ട, ഞാൻ അഹങ്കാരി എന്ന് വിളിച്ചപ്പോൾ മിണ്ടാതിരിക്കുന്നത് കണ്ട. എല്ലാവരുടെയും മുന്നിലും ചേട്ടൻ ജയിച്ചു, ആർഗ്യുമെന്റിൽ ചേട്ടൻ ജയിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആർഗ്യുമെന്റിൽ ജയിച്ച ചേട്ടനെ എല്ലാവരും കൂടെ പൊക്കിയത്, ഗോലിയാത്തിനെ ജയിച്ച ദാവീദിനെ പൊക്കിയത്. ഹല്ലേലൂയ. എല്ലാ യുദ്ധത്തിലും പോയിട്ട് തലയിടല്ലേ, എല്ലാ യുദ്ധത്തിലും പോയിട്ട് തല കാണിക്കല്ലേ. റിയൽ യുദ്ധം വരുമ്പോൾ നിനക്ക് ശക്തി ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് നിന്റെ ശക്തി ചോർത്തുന്ന ശത്രുവിന്റെ സ്ട്രാറ്റജി നീ മനസ്സിലാക്കണം. കഷ്ടങ്ങളിൽ ഉണ്ടാകത്തില്ലെന്ന് ഈ സഭ പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിമിത്തം നിങ്ങൾക്ക് കഷ്ടമുണ്ടാകാം. ഹല്ലേലൂയ. അതിന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. കഷ്ടങ്ങൾ ഉണ്ടാകും. യേശു മരിച്ചോടുകൂടെ കഷ്ടങ്ങളൊന്നും മാറിയില്ല. ശത്രുവിനെ തലയാ തകർത്തത്. അപ്പൊ ശത്രുവിന്റെ തല തകർത്തെന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ശത്രു ഇല്ലേ? മരണാധികാരിയായിരുന്നു പിശാചിനെ മരണത്തിനാലേ നീക്കിമുറ്റും, മരണത്തിനാലേ നീക്കിമുറ്റും. സ്തുതി ചെയ് മനമേ. അപ്പോ മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ മരണത്താൽ നീക്കി. മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിന്റെ അധികാരത്തെ നീക്കിയെന്നാണ്. അതുകൊണ്ടാണ് നീ മരിക്കാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നരകത്ത് പോകാത്തതും നീ പിശാചിന്റെ അടുക്ക പോകാത്തതും നീ മരിച്ച ഉയർക്കുന്നതിന്റെ കാരണം മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ മരണത്താൽ. ആദ്യത്തെ ആദാം മരണത്തിന് ദീപം കൊളുത്തിയെങ്കിൽ ഒടുക്കത്തെ ആദാം യേശു ആ ദീപത്തെ കെടുത്തി. ഹല്ലേലൂയ. ഇനി മരണം നിന്റെ മുന്നിൽ വെല്ലുവിളിയായിട്ട് വരത്തില്ല. അതുകൊണ്ടാ പൗലോസ് ചോദിച്ചേ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? കണ്ടാ യേശു ചെയ്തത്? ഹേ മരണമേ നിന്റെ ജയം എവിടെ? അതുകൊണ്ടാ വിശ്വാസികൾക്ക് മരണത്തെ പേടിയില്ലാത്തത്. വില വെച്ചാൽ വീട്ടിൽ പോകണം, പിന്നെന്ത്? അപ്പോ മതി പോരെ. ഈ കൂട്ടത്തിൽപ്പെടാത്ത വേറെ ആളുകൾ എറണാകുളത്തില്ലേ? ഉണ്ടേ. അപ്പം മരണത്തിന്റെ അധികാരത്തെയാണ് യേശു കർത്താവ് തകർത്തത്, പിശാചിനെ അല്ല. അതാണ് കറ്റാർജിയോ എന്നുള്ള വേർഡ് ഗ്രീക്കിൽ ഉപയോഗിക്കാനുള്ള കാരണം. പാരലൈസ്ഡ് എന്ന പിശാച് അവിടെ ഉണ്ട്, പക്ഷെ നിന്റെ നേരെ കൈ നീട്ടിയാൽ തീർത്ത് കളയും നീ. രക്ഷിക്കപ്പെടാത്ത നിന്റെ കുടുംബത്തോട് കളിക്കട്ടെ, പക്ഷെ നിന്നോട് കളിച്ച വിവരമറിയവൻ. ഞാൻ ഈ പറയുന്നത് പിശാചിന് കേൾക്കാം, അതുകൊണ്ട് പിശാചിനോട് ഞാൻ വെല്ലുവിളിച്ചിട്ടാ പറയുന്നത്. ഞങ്ങൾ പുതിയ സൃഷ്ടികളാണ്, തൊട്ടാൽ വിവരം അറിയും.